എക്സാലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ ഇന്നാണ് ഇഡി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകേണ്ടിയിരുന്നത്. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഹാജരായില്ലെങ്കിൽ വീണയ്ക്ക് ഇഡി വീണ്ടും നോട്ടീസ് നൽകും. CMRL ഉദ്യോഗസ്ഥരടക്കം ഈ ദിവസങ്ങളിൽ ഹാജരാകണമെന്നാണ് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. പ്രദീപ്, ഇന്നിപ്പോൾ വീണ ആരോഗ്യപരമായ കാരണങ്ങളിൽ ഹാജരാവുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ സമൻസ് ഇറക്കിയിട്ടുണ്ടോ? ഈ CMRL ഉദ്യോഗസ്ഥരെയൊക്കെ ശശിധരൻ കർത്തയും മകനും ഉൾപ്പെടെയുള്ളവരെ എപ്പോഴായിരിക്കും ചോദ്യം ചെയ്യുന്നത്? ശ്രീജ, പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയോട് ഇന്ന് ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയത്. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഹാജരാകാനാകില്ല എന്നാണ് അവർ EDയെ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഇമെയിൽ മുഖാന്തരം അറിയിക്കുകയാണ് ചെയ്തത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ ഹാജരാകണമെന്നായിരുന്നു വീണയോട് നിർദ്ദേശിച്ചിരുന്നത്. തനിക്ക് ഹാജരാകാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത സാഹചര്യത്തിൽ തനിക്ക് വേണ്ടി അഭിഭാഷകർ ഹാജരാകുമെന്നും അവർ രേഖകൾ ഹാജരാക്കും എന്നുമാണ് വീണ EDയെ അറിയിച്ചിരിക്കുന്നത്. ഇതിന് ED മറുപടി നൽകിയിട്ടില്ല. ഇന്ന് വൈകിട്ട് വരെ വീണ തൈക്കണ്ടി എത്തുമോ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാത്തിരിക്കും. എത്തിയില്ല എങ്കിൽ അടുത്ത ദിവസം തന്നെ മറ്റൊരു ദിവസം ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ട് കത്ത് നൽകാനാണ് ED ഉദ്ദേശിക്കുന്നത്. ഈ കത്തിൽ ഇനി എന്നാണ് ഹാജരാകേണ്ടത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകും. അതേസമയം കേസിലെ പ്രതിയായ ആൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകണം എന്നുള്ള PMLA ചട്ടത്തിലെ 50-ാം വകുപ്പ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇങ്ങനെ നോട്ടീസ് വിളിപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചട്ടങ്ങൾ അധികാരം നൽകുന്നത്. അതേസമയം അടുത്ത ഒരു തവണ കൂടി അവർ ഹാജരായില്ല എങ്കിൽ തന്നെ അറസ്റ്റോ അത്തരം കാര്യങ്ങളോ ഉണ്ടാവില്ല. വീണ്ടും ഒരുപക്ഷെ നോട്ടീസ് അയച്ചേക്കാം. അതല്ലെങ്കിൽ അടുത്ത തവണ കൂടി ഹാജരായില്ല എങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആലോചനകൾ തുടങ്ങുകയുള്ളൂ. വീണയെ കൂടാതെ CMRL ഉടമയായ SN ശശിധരൻ കർത്ത അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഹാജരാകേണ്ടതുണ്ട്. ശശിധരൻ കർത്ത ആരോഗ്യപരമായ കാരണങ്ങളാൽ ആശുപത്രിയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന് ഹാജരാകാനാകില്ല എന്ന് കാണിച്ച് മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ EDക്ക് മുമ്പിൽ ഹാജരാക്കി കൂടുതൽ അവധിക്ക് അപേക്ഷിക്കും. അതേസമയം അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ അടുത്ത ആഴ്ചകളിലായി ഹാജരാകുമെന്നാണ് അറിയുന്നത്. ഏതാണ്ട് 7 പേർക്കാണ് CMRലുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ 7 പേരും വരും ദിവസങ്ങളിലായി ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് വീണയോട് മാത്രമാണ്. വീണ ഹാജരാകാൻ കഴിയില്ല എന്ന് EDയെ അറിയിച്ചിട്ടുമുണ്ട്.